ഹായ് ഡിയർ ഓൾ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഹെയർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ആണ് ഇതിലുള്ളത്. ഞാൻ ഏത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്, എവിടെ നിന്നാണ് ചെയ്തത്, എത്ര രൂപയായി, ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്, എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ജൂബിലി ഹോസ്പിറ്റൽ കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, തൃശ്ശൂർക്കാണ് വന്നിട്ടുള്ളത്. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് 4ൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ സലൂൺ ഉള്ളത് കേട്ടോ. ലിവിൻസ് മേക്ക് ഓവർ സലൂണാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ സെറ്റപ്പൊക്കെ. ഞാനിവിടെ വന്ന് ആദ്യം തന്നെ അവർ നമ്മളുടെ ഹെയർ ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്, ഏത് ട്രീറ്റ്മെൻറ്റാണ് ഇതിന് സ്യൂട്ട് ആവുക, ഹെയറിൻ്റെ ഒരു അതിന് ടെക്സ്ചർ എങ്ങനെയാണ്, അതിൻ്റെ ഒരു എന്താണ്, ആ ഹെയറിനെ കുറിച്ച് അവർക്കൊന്ന് പഠിക്കണമല്ലോ, അതവർ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹെയർ വാഷാണ്. അവരെനിക്ക് സജസ്റ്റ് ചെയ്തത് ബൊട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, പക്ഷേ ഞാൻ ചെയ്തത് കെരാട്ടിനാണ്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തത് ബൊട്ടോക്സ് ആണെങ്കിലും ഞാൻ എന്താ കെരാട്ടിൻ സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ കയ്യിൽ കെരാട്ടിൻ ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അവരെന്തായാലും നല്ല രീതിയിൽ തന്നെ ഹെയർ വാഷൊക്കെ ചെയ്ത് തന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മളുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞാൻ തൃശ്ശൂർക്ക് വന്ന് ബസ്സിലാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു ബസ്സിൽ. വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ആൾ പിന്നെയും വന്ന് അത് വാഷ് ചെയ്തിട്ട് വീണ്ടും ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ സ്കാൽപ്പിലൊന്നും തീരെ ഓയിൽ പാടില്ല, അതുകൊണ്ടാണ് അവർ നന്നായിട്ട് അതിനെ വാഷ് ചെയ്ത് കളയണത്. എഗെയിൻ കുറച്ച് നേരം അത് തലയിൽ വെച്ചിട്ട് പിന്നീട് വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നന്നായി തോർത്തി, അത് കഴിഞ്ഞ് ഹെയർ നന്നായിട്ട് ഡ്രൈ ആക്കണുണ്ട്. അവരെൻ്റെ അടുത്ത് 1-2 വട്ടം ചോദിച്ചു ഹെയർ ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്യട്ടെ എന്ന്. അപ്പോൾ എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ചില സമയങ്ങളിൽ നമ്മൾ പാർലറിൽ നിന്നൊക്കെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കയറിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഞാനത് വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തത് ഓഫറിലാണ്. അപ്പോൾ എനി ലെങ്ത് ഓഫറായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളുടെ ഹെയറിൽ തന്നെ ചെയ്യാം, കംപ്ലീറ്റായിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഹെയർ കട്ട് ചെയ്യണ്ട എന്ന് തന്നെ പറഞ്ഞു. ഹെയർ കംപ്ലീറ്റായിട്ട് ഉണക്കിയതിന് ശേഷം കെരാട്ടിൻ്റെ ക്രീം അപ്ലൈ ചെയ്യുകയാണ് അടുത്ത സ്റ്റെപ്പായിട്ട് അവർ ചെയ്തത്. എൻ്റെ ഹെയർ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് 3 പേര് ചേർന്നിട്ടാണ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് തന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറേ സമയമെടുക്കും. നമ്മൾ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യണത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞു തന്നിരുന്നു. അതിന് ശേഷം ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കി നമുക്ക് ഓക്കെ ആയിട്ടാണ് ഇത് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം ആർക്കായാലും ഒരു ചെറിയ പേടി ഉണ്ടാവുമല്ലോ, നമ്മൾ ഹെയറിലാണ് ചെയ്യണം, അപ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ, അതും ഓഫറിലാണ് ചെയ്യണം, അപ്പോൾ ലോക്കൽ പ്രൊഡക്ട്സ് ആണോ അവർ യൂസ് ചെയ്യുക, നമുക്കങ്ങനെ ഒന്നും അറിയില്ല. അതുകൊണ്ട് കുറച്ച് പേടി ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ 1-2 സലൂണുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈദ് ഓഫറിലാണ് ഇവരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടിയും ബെറ്ററായിട്ട് തോന്നിയ പ്രോഡക്റ്റ്സ് ഇവിടുത്തെ ആയിരുന്നു. ആൻഡ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് റാപ്പ് ചെയ്യാണ് അവർ ചെയ്തത്. എന്നിട്ട് ഒരു 1 hour വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് അവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് പാരബൻ ഫ്രീ ആണോ, സൾഫേറ്റ് ഫ്രീ ആണോ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. എത്രയായാലും കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്ട്സ് എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു ബോധ്യം നമുക്കും ഉണ്ടാവണം. എന്നാൽ ഓവറായിട്ട് മുടിക്ക് ഹാം ആവുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യുകയും വേണം. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് വരുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ സൂം ചെയ്യണത് അമ്മയാണ് കേട്ടോ. അമ്മ അവിടെ കിടന്നുറങ്ങായിരുന്നു. അത് 1 മണിക്കൂർ, നമ്മളിപ്പോൾ വന്നിട്ട് ഏകദേശം 1.5 മണിക്കൂറായി ഉണ്ടാവും. അപ്പോൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആ വെയിറ്റ് ചെയ്തിരുന്ന 1 മണിക്കൂർ അത്യാവശ്യം ലാഗായിരുന്നു കേട്ടോ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ വന്ന് വീണ്ടും ഹെയർ വാഷ് ചെയ്യാണ്. ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഒരു ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്നും കൂടി നമുക്ക് ഒന്ന് ഉറപ്പ് വരുത്താനായിട്ട്, നല്ല പ്രൊഡക്ട്സ് തന്നെയല്ലേ, ഇത് ഓഫറിലാണ് ചെയ്യണമെന്ന് വെച്ചിട്ട് മുടിക്ക് കേടൊന്നും വരില്ലല്ലോ, ലോക്കൽ പ്രൊഡക്ട്സ് ഒന്നും അല്ലല്ലോ നിങ്ങൾ യൂസ് ചെയ്യണത്. ചിലപ്പോൾ നമ്മൾ അവിടെ ചെന്നിരുന്നാൽ നമ്മൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല, മുടിയിൽ തേക്കുന്നത് അവരെടുക്കുന്ന പ്രൊഡക്റ്റ് ഏതാണ് എന്നൊന്നും ശ്രദ്ധിച്ചു എന്ന് വരില്ല. അപ്പോൾ ആ ചേച്ചി എനിക്ക് കാണിച്ചു തന്നു, ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതൊരു ഓർഗാനിക് ബേസിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അവർ പറയുകയും ചെയ്തു കേട്ടോ. അതായത് ഇങ്ങനെ ഭയങ്കര സ്ട്രൈറ്റനായിട്ട്
ഫുൾ ടൈം നിന്നോളണം എന്നില്ല. ഒരു നാച്ചുറൽ ലുക്കായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ ഓരോ ഹെയർ വാഷ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക, ടെക്സ്ചർ ഉണ്ടല്ലോ, അത് മാറിക്കൊണ്ടിരിക്കും. ക്രമേണ ഒരു നാച്ചുറൽ ഫിനിഷിംഗ് വരിക. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും ഒരു സ്ട്രൈറ്റൻ ലുക്ക് ഉണ്ടായിരിക്കില്ല ഓർഗാനിക് ആയതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഇത്തിരി വിഷമമായി. എന്നാൽ ഹെയറിന് ആ ഒരു സ്മൂത്ത്നെസ്സൊക്കെ ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, കാണുമ്പോൾ ഉള്ള ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കില്ല എന്ന് അവർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നൊരു വട്ടം കെരാട്ടിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് കാലം ആ ഒരു സ്ട്രൈറ്റൻ ലുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് കുറേ കാലം നിന്നു. അപ്പോൾ ഞാൻ അതുപോലെ ആയിരിക്കും എന്നാണ് ആദ്യം മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ അവർ മുന്നേ നമ്മളോട് പറഞ്ഞു അങ്ങനെ ആയിരിക്കില്ല, അത് എക്സ്പെക്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. അവർ ഹെയർ അയൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതും 2-3 ആൾക്കാർ ചേർന്നിട്ട് തന്നെയാണ് ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പെയിൻ ഉണ്ടായിരുന്നു. ചില സമയം ഇങ്ങനെ അയണർ സ്കാൽപ്പിൽ തട്ടിക്കഴിഞ്ഞാലുള്ള ഒരു പൊള്ളലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സഹിച്ചല്ലേ പറ്റൂ, മുടി അടിപൊളിയാവണ്ടേ. 3 സൈഡിൽ നിന്നും ഇങ്ങനെ അയണിങ് ചെയ്യണോണ്ടായിരുന്നു നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നിയത്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കാനും അവർക്ക് പറ്റില്ല. കാരണം ഒരാൾ മാത്രം നിന്നിട്ട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ മുടി ചെയ്ത് കഴിയില്ല, ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാൻ ഹീറ്റ് ഓവറായിട്ട് ഫീൽ ചെയ്തപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. പിന്നെ ആ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. അവർ നന്നായി ചെയ്തു തന്നു, നല്ല കംഫർട്ടാക്കിയിട്ട് തന്നെ ചെയ്തു തന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതിയെന്ന് എനിക്കും തോന്നി തുടങ്ങി കേട്ടോ. കാരണം അത്രയും നേരമായിട്ട് ഇരിക്കണു, ഏകദേശം ഒരു 2-3 മണിക്കൂറായിട്ടുണ്ടാവും ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു സമയം. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി, ഒരേ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കുകയല്ലേ. പിന്നെ ഓരോ സൈഡായിട്ട് നമ്മുടെ ഹെയർ ഇങ്ങനെ ആ ഒരു സ്ട്രൈറ്റൻ ലുക്ക് ഇങ്ങനെ വന്നു വരുമ്പോൾ നമുക്ക് ചെറിയൊരു സന്തോഷമൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ കുറച്ച് നേരം കൂടി ഇരുന്നാലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നി തുടങ്ങും. അങ്ങനെ ക്ഷമിച്ച് ഇങ്ങനെ ഇരിക്കും നമ്മൾ. പിന്നെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തരുന്ന ആൾക്കാരുടെ ക്ഷമയും ഡെഡിക്കേഷനും പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അവരൊന്നും ഇരിക്കാതെ അത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്ന് വേഗം ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്ന് തന്നെ ആയിരിക്കും. അങ്ങനെ ഒരുവിധം നമ്മുടെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കത്തെ ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അമ്മയുടെ അടുത്ത് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞതാണ്. പുള്ളിക്കാരി അപ്പോഴത്തേനും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ സ്ട്രൈറ്റായി കിടക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ. കംപ്ലീറ്റ് സ്ട്രൈറ്റനിങ്ങും കഴിഞ്ഞിട്ട് അവർ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഒറിജിനൽ ഹെയർ ടെക്സ്ചറും ഇഷ്ടമാണ്. ഇന്നിങ്ങനെ ഭയങ്കര സിൽക്കി സ്മൂത്തി ആയിട്ട് കിടക്കണ ആ ഒരു ടെക്സ്ചറും ഇഷ്ടമാണ്. നോർമൽ ഹെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടില്ല. അപ്പോൾ എങ്ങോട്ടേലും പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഭയങ്കര ഇതായിട്ട് കിടക്കും. ഭയങ്കര ഫ്രിസി ആയിട്ട് കിടക്കും. ഹെയർ സ്റ്റൈലിങ്ങൊക്കെ കുറച്ച് പാടാണ്. പിന്നെ നന്നായിട്ട് വേഗം കെട്ടാവും മുടി. അങ്ങനത്തെ അതായത് ഇപ്പോൾ ബസ്സിലൊക്കെ പോവുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തുമ്പോഴത്തേനും നന്നായിട്ട് കെട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി സ്മൂത്തായി കിടക്കുമല്ലോ. അങ്ങനെ അവർ വന്നിട്ട് വീണ്ടും ഹെയർ വാഷ് ചെയ്ത് വീണ്ടും ഡ്രൈ ചെയ്തു കേട്ടോ. അവർ പിന്നെ ഹെയർ വാഷ് ചെയ്യണം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് ഹെയർ വാഷ് ചെയ്യണത്, പോയി കഴിഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ പോയൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, മുന്നേ ഞാൻ ചെയ്ത സമയത്ത് ഒരു ദിവസം ഇങ്ങനെ അയണിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞിട്ട് അന്നാണ് പിന്നെ വാഷ് ചെയ്തത്. അപ്പോൾ ഞാൻ വെച്ചു പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് വേഗം പോവുമോ, അങ്ങനെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പോവില്ലായിരിക്കും നമ്മൾ വിശ്വസിക്കാം. പിന്നെ ഒറ്റ സെറ്റിങ്ങിൽ തന്നെ കാര്യങ്ങളൊക്കെ വേഗം കഴിയുകയാണ് നമുക്കും കുറച്ചും കൂടി സുഖം. കാരണം വീണ്ടും അവിടേക്ക് വരണം, വീണ്ടും തിരിച്ചു പോകണം. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം ഹെയർ കെട്ടി വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് ബസ്സിലൊക്കെ പോകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ മുന്നിൽ കുറച്ച് മുടി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവരും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ അല്ലേ എത്ര രൂപയായെന്ന്. അതിന് മുന്നേ അവർ എനിക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെ ഹെയർ വാഷ് ചെയ്യണം. അവിടെ നിന്ന് തന്നെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ അല്ല, അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. ഈദ് ഓഫറിലാണ് ഇവർ
ഈ ഹെയർ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഹെയർ കട്ടിങ് പിന്നെ ഫേഷ്യൽ അങ്ങനെ എല്ലാത്തിനും ഓഫർ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ സെലക്ട് ചെയ്തത് കെരാട്ടിനാണ്. അതിന് ചാർജ് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 3000 രൂപയായിരുന്നു. അതും എനി ലെങ്ത് ഓഫറായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ വാങ്ങി. അതിന് ഏകദേശം ഒരു 1400 അങ്ങനെ എത്രയാണ് ആയത് കേട്ടോ. 10:30-11 മണിക്ക് എത്തി. ഞങ്ങൾ 4-4:30ക്കാണ് പുറത്തിറങ്ങുന്നത് കേട്ടോ. എന്നിട്ടാണ് ഭക്ഷണം കഴിക്കണത്. തന്നെ നല്ല രീതിക്ക് വിശക്കണമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ തന്നെയുള്ള ഒരു അക്ഷയ ഹോട്ടൽ അവിടെയാണ് കയറിയത്. ഞാൻ ഒരു മട്ടൻ ബിരിയാണിയും അമ്മ ഒരു ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്തു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഓഫറിലാണ്. അപ്പോൾ അങ്ങനെ ഓഫറിലൊക്കെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുമോ, മുടി നന്നായി കൊഴിയോ, മുടി നാശമാവുമോ, അങ്ങനെ പല ചിന്തകളും ഡൗട്ടും നമുക്കുണ്ടാവും. നമ്മളങ്ങനെ ഓവറായിട്ട് പേടിച്ചിട്ട് പോയി ചെയ്യാൻ നിൽക്കരുത്. ഒരു ചെറിയ കോൺഫിഡൻസൊക്കെ വേണം. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യണത്, അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുവിധം പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും സൈഡ് എഫക്ട്സ് ഒരു സൈഡിൽ ഉണ്ടായിരിക്കും. ചെറിയ രീതിയിൽ ഹെയർ ഫോളൊക്കെ എന്തായാലും നമ്മുടെ മുടി കുറച്ചൊക്കെ കൊഴിയും. അപ്പോൾ നമ്മൾക്ക് മനസ്സിൽ ഇങ്ങനെ സ്മൂത്തനിങ് ചെയ്യണം, അല്ലെങ്കിൽ കെരാട്ടിൻ ചെയ്യണം, ബൊട്ടോക്സ് ചെയ്യണം, ഹെയർ കുറച്ച് സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് കാണണം എന്നൊക്കെ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണത്. പിന്നെ ഒരു വട്ടം കെരാട്ടിൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ഹെയർ. നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിരുന്നു. നമുക്ക് അതായത് നമുക്ക് പുറത്തിറങ്ങുമ്പോഴൊക്കെ ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും, ഇനിയിപ്പോൾ ഫ്രീ ഹെയർ ആണെങ്കിലും നല്ല രസത്തിൽ മുടി കിടന്നോളും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു ഫീൽ തന്നെയാണ് വീണ്ടും ഇത് ചെയ്യാനായിട്ട് തോന്നിയത്. പിന്നെ നോർമലി നമ്മൾ സലൂണിൽ പോയിട്ട് കെരാട്ടിനോ ബൊട്ടോക്സോ ഒക്കെ ചെയ്യണ സമയത്ത് അത്യാവശ്യം നല്ല റേറ്റ് വരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ടും തിക്നെസ്സിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ റേറ്റ് പറയുക. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ തന്നെ ഇങ്ങനെ ഇത്രയുമുള്ള ഹെയറിന് ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ എത്ര റേറ്റ് വരും എന്ന് ചോദിച്ചപ്പോൾ ഏകദേശം 15,000 രൂപയൊക്കെ വരുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ മുടി ഇങ്ങനെ അടിപൊളിയായിട്ട് ഷൈനി ആയിട്ട് സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നാൽ നമുക്ക് ഹെയർ കട്ട് ചെയ്യാനും പറ്റില്ല, ഇഷ്ടമല്ല എന്നാൽ അങ്ങനെ ഒരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഓഫറിലൊക്കെ ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മൾ മാക്സിമം ഹെയർ വാഷ് കുറയ്ക്കുക എന്നുള്ളതും ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയൊക്കെ നല്ല, അതായത് ആ ഹെയറിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നും എണ്ണ തേച്ച് കുളിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ഇതൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ ബെറ്റർ. ഞാൻ നോർമലി എണ്ണ അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് എനിക്കത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. പിന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും 2 ദിവസം ഹെയർ വാഷ് ചെയ്യരുത്, അത് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യാം. പക്ഷേ കുറച്ച് ഒരു മാസം എങ്ങാണ്ട്, ഒരു മാസമൊക്കെ ഈ ഓയിൽ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓയിൽ യൂസ് ചെയ്യാം, പക്ഷെ അത് നമ്മുടെ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യാനേ പാടുള്ളൂ, ഒരിക്കലും ഈ ഹെയർക്ക് ആവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ 2 ദിവസം മുടി കെട്ടി വയ്ക്കാൻ പാടില്ല. ഇങ്ങനെ ഈ ചെവിയുടെ അവിടേക്ക് നമ്മൾ ഹെയർ ഇങ്ങനെ ഒതുക്കി വയ്ക്കുമല്ലോ, അതുപോലും പാടില്ല. അതിനെന്തെങ്കിലും വളവ് വരണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്ന് വിചാരിക്കണം. അന്നും അങ്ങനെ പറഞ്ഞിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി, കാരണം ഞാനിപ്പോൾ അങ്ങനെ മുടി വല്ലാണ്ട് പരത്തി ഇടാറില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഒരു കംഫേർട്ട് അല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അത്യാവശ്യം ഹെയർ ഫോൾ ഫീൽ ചെയ്തിരുന്നു കേട്ടോ. ഈ മഞ്ഞുകാലമൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നന്നായിട്ട് മുടി കൊഴിയുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒട്ടും ഭയങ്കര റഫായിരുന്നു ഹെയർ. ഓൾറെഡി ഹെയർ ഫോള് കുറച്ചുണ്ടായിരുന്നതുകൊണ്ട് ഇത് കാരണം മുടി കൊഴിഞ്ഞു എന്നൊന്നും വരാൻ സാധ്യത ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് നോക്കാം. ഞാൻ ഇത് ചെയ്തിട്ട് ഒരു 1-2 മാസം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് എനിക്ക്, അല്ലെങ്കിൽ ഒരു റിവ്യൂ പോലെ ഞാൻ ചെയ്യാം. നോർമലായിട്ടുള്ള ഒരു ഹെയർ ഫോൾ അല്ലാതെ നമുക്ക്
അറിയാൻ പറ്റുമല്ലോ എക്സസ് ആയിട്ട് ഹെയർ ഫോൾ ഉണ്ട് വെച്ചെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോ ആയിട്ട് പറയാം. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തായാലും ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.